ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു വളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എന്നെടുക്കും അടിച്ചു പൊളിക്കുവാണ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട്. അപ്പം ഇത് തലേദിവസമാണ് കേട്ടോ, ഡിസംബർ 31 എടുക്കുന്ന വീഡിയോ ആണ്. ന്യൂ ഇയറിന് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് അമ്പലത്തിലൊന്ന് പോകണം, മാതാവിൻ്റെ അടുത്ത് പോയി തിരി കത്തിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനുണ്ടല്ലോ, ഇത് ഞാൻ വന്നിട്ട് ഷാൾ അഴിച്ചു, പിന്നെ ഉദ്ദേശിച്ച് 2 വശത്ത് എന്നാന്ന് വെച്ചാൽ നമ്മൾ സ്കൂട്ടി ഓടിക്കുമ്പോഴത്തേക്ക് ആകരുതല്ലോ. ഇപ്പം വന്നിട്ട് പുറകിൽ കെട്ടിയിടും. ഇപ്പം ഇന്ന് പോയപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഓരോ പിന്നും കൂടെ കുത്തി വെച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, മുഖത്തോട്ട് അടിക്കും കേട്ടോ. അപ്പം ഞാൻ എവിടെ പോയതായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ ഒരമ്മേനെ കാണാൻ പോയേക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, എന്നാലും ഒട്ടയ്ക്ക് പോകണമെങ്കിൽ എങ്ങനെ ആണെങ്കിലും 10, 600, 700 രൂപയൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ സ്കൂട്ടി കൊണ്ട് പോയേക്കാന്ന് വിചാരിച്ചു പോയി. പക്ഷെ ഒരു പറ്റി ഞാൻ സൺസ്ക്രീൻ ഒന്നും തേക്കാണ്ട് പോയി. എന്നിട്ട് ഇത് വീട് കൊണ്ടിട്ട് കൈ ഭയങ്കരമായിട്ട് നീർന്നു പോകുന്ന ഈ ഒരു സൈസ് ഭയങ്കര കാറ്റും വെയിലും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നീർന്നു. എന്തായാലും അതൊക്കെ അതിൻ്റെ അവിടെ കിടക്കട്ടെ അല്ലേ. അപ്പം ഞാനൊരു ചക്കര കുടുക്കി ഒരു അമ്മേനെ കാണാൻ വേണ്ടി പോയിക്കായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്, കാണണമെന്ന് ഭയങ്കര കൊതിയാണെന്നൊക്കെ എൻ്റെ ഒരു ചേച്ചിക്കുട്ടിയോട് പറഞ്ഞു വിട്ടു. വീഡിയോ കണ്ടിട്ടുള്ള പരിചയമാണ് കേട്ടോ. അപ്പം ആ അമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ, ആ മോന് പുറത്താണ്. അപ്പം അമ്മ തന്നെ ഒരു കൊട്ടാരം എന്നൊക്കെ പറയാൻ കേട്ടോ. വീടിൽ അതിനകത്ത് താമസിക്കുന്നത് അമ്മ തന്നെയാണ്. അപ്പം ഞാൻ എന്താ പറയുന്നത്, ആ വീടും കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം അമ്മ തന്നെയാണ് താമസിക്കുന്നത്. ഒരു പരിധി വരെ നമ്മൾ വിചാരിക്കണം, ഇന്ന് തന്നെ എന്നൊക്കെ കാണുമ്പോഴത്തേനും തപ്പിപ്പിടിച്ച് അതുങ്ങളെ ചെന്ന് ദ്രോഹിക്കാനോ ഒക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. കുറുവാസംഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീടും പരിസരവും ഒന്നും എടുത്തില്ല. പക്ഷേ അമ്മയുടെ കൂടെ ഇരുന്നു അതുകൊണ്ടോ ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ ഉണ്ട്, വയറൊക്കെ നിറച്ച്. എനിക്കറിയത്തില്ല കേട്ടോ, ഭയങ്കര ഭാഗ്യം ചെന്നേരം, ഭാഗ്യമുള്ള ഒരു അമ്മയാണ്. ഭയങ്കര ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരി കുടിക്കുക മനസ്സ്, അത്രയ്ക്കും സൗന്ദര്യമുള്ളൊരു മനസ്സിന് ഉടമയാണ് കേട്ടോ. ഒരു മോനേ ഉള്ളൂ, അവർ പുറത്താണ്, 2 പേരും 2 മക്കളുണ്ട്, അവരൊക്കെ ആയിട്ട് പുറത്താണ്. മക്കളുടെ എഡ്യൂക്കേഷനും ഒക്കെ നല്ല നിലയിലാകണമെന്ന് കരുതി ഇവർ 2-3 വർഷം കൂടുമ്പോഴൊക്കെയാണ് ലീവിൽ വരുന്നതെന്ന് പറഞ്ഞു. എന്നോട് പറയാണ്, ഡാഡി ഇത്രയും സ്വത്തൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, പക്ഷേ അത്രയും നല്ല പഠിത്തം കൊടുത്ത് ആ മോന് ഇവിടെ പറമ്പിലും കളിച്ച് അല്ലെങ്കിൽ പണിക്കാരെ നോക്കി അങ്ങനെ ഇരുന്നാൽ മതിയോ സിന്ധു, അതുകൊണ്ട് പോകുന്നത്. പക്ഷേ എനിക്ക് ഇപ്പം എനിക്ക് 73 വയസ്സ് കഴിഞ്ഞ സിന്ധു, എനിക്ക് ഒരു രോഗവും ഇല്ല മോളെ. പിന്നെ എന്നാ പ്രശ്നം, പിന്നെ ദൈവമുണ്ട്. എൻ്റെ ഭർത്താവ് മരിച്ച് അമ്മയുടെ എന്തോ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഭർത്താവ്. ആൾ മരിച്ചിട്ടിപ്പോൾ 10, 16 വർഷമായി. ഈയിടെ വന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവർ 2-3 മാസം മുമ്പ് മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇത് ആഘോഷിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഡാഡിയുടെ ഇത് പള്ളിയിലൊക്കെ എല്ലാം ചെയ്തു നല്ല ഭംഗിയായിട്ട്. അതിന് വേണ്ടി മക്കൾ വന്നിട്ട് പോയതാ. എന്നെ 2-3 പ്രാവശ്യം കൊണ്ടുപോയി. മോനെ എനിക്ക് അവിടെ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ നല്ല ഇത് എന്നെ നോക്കും, പക്ഷേ എനിക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. തണുപ്പ് ചൂടാണേ ചൂട്. പിന്നെ നമ്മൾ കൂട്ടിലടച്ച കിളിയന്മാരി അതിനകത്തിരിക്കണം. അതുങ്ങളുടെ കുട്ടി കഴിഞ്ഞ് കൊണ്ടുവന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ എല്ലായിടത്തും കൊണ്ടുപോയി. എൻ്റെ മക്കൾ എൻ്റെ ഭാഗ്യമാണ് സിന്ധു. എനിക്ക് അവർ എന്തേലും സന്തോഷവും സ്നേഹവും തരാമോ അത്ര സ്നേഹവും സന്തോഷം തരുന്നുണ്ട്. എനിക്ക് ഒരു മകനെ ഉള്ളല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദൈവം ഒരു മകളെയും കൂടെ തന്നു. മരുമോളെന്ന് പറയാൻ പറ്റത്തില്ല, എന്നെ പൊന്നു ഉണക്ക് നോക്കുന്ന ഒരു മോളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നെ എനിക്ക് അറിയത്തില്ല, എനിക്ക് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നത് എല്ലാവരും കേട്ടോ. അപ്പം ഞാൻ വീടിനകമൊക്കെ വീഡിയോ എടുക്കട്ടെ, അല്ലെ പുറമൊക്കെ എടുക്കട്ടെ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ ഞാൻ തന്നെ ഓർത്ത് വേണ്ട. പിന്നെ അമ്മ ഇറച്ചി, മീന് അങ്ങനെയുള്ള ഒരു സാധനവും ഫുഡ് കഴിക്കത്തില്ല. കഴിക്കുമായിരുന്നു, അത് കഴിഞ്ഞ് എന്തോ ഒരു അലർജിയുടെ പ്രശ്നം ഉണ്ടായി, പിന്നെ കഴിക്കത്തില്ലെന്നേ. മെലിഞ്ഞ് വള്ളി പോണക്കായിരിക്കുന്നത്. ഒരു അസുഖമില്ലെന്ന് പറഞ്ഞു. 73 വയസ്സ് കഴിഞ്ഞു. ഒരു ഷുഗറോ BP-യോ കൊളസ്ട്രോളോ ഒരു പ്രശ്നവും ഒരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞു. അതും പിന്നെ പരിസരത്ത് പച്ചക്കറി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം ഈ പരിസരത്ത് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് പറിച്ച് കറി വയ്ക്കുകയും കാര്യങ്ങളും. പിന്നെ കടയിൽ നിന്ന് മേടിക്കും, ആവശ്യത്തിന് ഇത് കഴിഞ്ഞെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുക, ഇല്ലാത്ത സമയങ്ങളിൽ ഒരു ചേച്ചിയുണ്ട് കേട്ടോ ഹെൽപ്പിന് വേണ്ടിയിട്ട്. തൊട്ട് 3-4 വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചിയാണ്. ചേച്ചി രാത്രി പോവും, രാത്രി അമ്മ തന്നെ കടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി വീട്ടിലോട്ട് പോകും. ആ ചേച്ചിയുടെ ഹസ്ബൻഡിനും സുഖം ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് രാത്രി നിൽക്കാൻ പറ്റിയല്ല. ഞാൻ പോവും, ആൻറ്റി കടന്നോളൂ, ആൻറ്റിക്ക് പേടിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ ചേച്ചി കേട്ടോ.
അപ്പോൾ നല്ലൊരു അമ്മേനെ പരിചയപ്പെടാനായിട്ട് പറ്റി. ഈ എന്നാ പറയുന്നത്, ഈ വർഷാവസാനത്തിൻ്റെ ദിവസം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എനിക്ക് ആ അമ്മേനെ ചക്കര കൊടുക്കാൻ എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റി. ഒത്തിരി സ്നേഹവും സന്തോഷമൊക്കെ തോന്നിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ചേച്ചിക്കുട്ടിയാണ് പറഞ്ഞത്, ഇങ്ങനെ നിന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാടി, എപ്പോഴും പറയാറുണ്ടടി, നിന്നെ ഭയങ്കര ഇഷ്ടമാടി, നിന്റെ വീഡിയോ ഒന്നോരും ഇല്ലാണ്ട് മിസ് ചെയ്യാണ്ട് കാണുകൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ പോയത്. ഇൻട്രോ എടുത്തിട്ട് പോകുന്ന വിചാരിച്ചപ്പോൾ അന്നേരം കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അങ്ങ് പോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ദൈവം ഇങ്ങനെ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നേ എന്നൊക്കെ എൻ്റെ ആദ്യമായിട്ട് നമ്മൾ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ അങ്ങനെ ഇടുന്നുണ്ടല്ലോ, അല്ലെ പിന്നെ കൂടെ ആരെങ്കിലും ഉണ്ടല്ലോ, ഇത് ആരുമില്ല, ഞാൻ തന്നെ അല്ലേ ഉള്ളൂ, ചേട്ടായൊക്കെ ഉണ്ടല്ലോ, എനിക്കൊരു ഇതുണ്ടേ. അതുപോലെ എനിക്ക് നിന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മോനെ, എനിക്ക് നിന്നെ കാണണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ കുഞ്ഞെന്നൊരു 50 പ്രാവശ്യം എന്നെ വിളിച്ചു കേട്ടോ. നീ ഇടയ്ക്കിടയ്ക്ക് ഇനി വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. സുനിലിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ തന്നു. നല്ല വെജിറ്റബിൾ കൂട്ടി ഇത്രയും തൃപ്തിയായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതാ കഴിക്കുന്നതെന്ന് പറയാം. അതേപോലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി കറികളും കൂട്ടി ചോറൊക്കെ ഉണ്ടു. ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അമ്മൻ്റെ അവിടെ ഇഞ്ചി പുളിയെന്നും പറഞ്ഞ ഒരു കറി വെക്കുന്നത്. അന്നേരം പറഞ്ഞാൽ തൃശ്ശൂരുകാരുടെ ഒരു മെയിൻ കറി അടി കുഞ്ഞാന്ന്. എല്ലാം പറഞ്ഞാലും കുഞ്ഞേ ചേർത്താണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ 2024 എനിക്കൊരു നല്ല ദിവസമായിട്ട് തോന്നിയിന്ന്. കാരണം നമുക്ക് കുറേ പോസിറ്റീവ് തന്നെ വാരി കിട്ടി. എൻ്റെ ഹൃദയത്തിലും എൻ്റെ മനസ്സിലും എന്നെ ചേർത്ത് പിടിച്ച് ഉമ്മയും തന്ന് കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി അമ്മ ചക്കര. അപ്പം ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ എല്ലാ വീഡിയോസും കാണുന്നതെന്ന് പറഞ്ഞു, നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്ന് പറഞ്ഞു. എന്നെ പ്രസവിച്ച അമ്മയോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തക്കാരിൽപ്പെട്ട ഒരു അമ്മയോ ഒന്നുമല്ല, ദൈവമായിട്ട് എനിക്കിപ്പോൾ കൊണ്ടു തന്ന ഒരു അമ്മയാണ്. ആ അമ്മ പറയാണ്, മോളെ നീ ഇനിയും നല്ല ഒരുപാട് ഉയരങ്ങളിൽ എത്തും, നിന്നെ നല്ല ആൾക്കാർ അറിയപ്പെടും, നീ ഓർത്തോ, ഞാനിപ്പോൾ എനിക്ക് ഇത്രയും പ്രായമുണ്ട്, ഞാൻ മരിച്ചു പോയാലും നീ മനസ്സിൽ ഓർത്ത് വെച്ചോ, നീ ഒരു 5 വർഷവും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നീ നല്ല ഒരു ഇതിലെത്തും, ഉറപ്പ് കാര്യം എന്നൊക്കെ. ശരിക്കും അതൊക്കെ കേട്ടപ്പോൾ കണ്ടു നിറഞ്ഞ സങ്കടം. നമ്മളൊന്നും ഒത്തിരി വലിയ ഇതൊന്നും ആവണ്ട, ഇതേപോലൊക്കെ സമാധാനത്തിലും സന്തോഷത്തിലും പോകണമെന്ന് ഒരാഗ്രഹമുള്ളമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല മോനെ, നീ എന്തേലും സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ വരെ എത്തിയതെന്നുള്ളത് നീ പറഞ്ഞിട്ടോ ഒന്നും അല്ല ഞങ്ങളെല്ലാവരും ഈ പൊതു സമൂഹം ലോകത്തുള്ളവർ അറിഞ്ഞിരിക്കുന്നത്. അപ്പം പച്ചയായ സത്യങ്ങൾ മൊത്തം ഞങ്ങളങ്ങനെ ഈ യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവം നിന്നെ ഒത്തിരി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും, നല്ല ഉയർച്ചയിലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പം ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കണ്ണൊക്കെ നിറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഒരമ്മമാരുടെ വായിന്ന് ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ ഞാൻ ഹന്നയൊക്കെ മിക്സ് ചെയ്ത് വെച്ചാണ് തേക്കാനായിട്ടേ. അന്നേരം പിന്നെ ആ ചേച്ചി പറഞ്ഞ, മോളെ നിനക്ക് ഇന്ന് പറ്റുമെങ്കിൽ എന്നെ പൊടി വെച്ചേനെ. അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ ഇന്ന് തന്നെ പോയെന്ന് കിങ്ങിണിയുടെ പെരുണ്. പിന്നെ ചേട്ടായി സാധനം മേടിച്ചെന്നു കേട്ടോ. ഇത് കപ്പ, പോർക്കോ ബീഫോ എന്നാണ്ടാന്ന് തോന്നുന്നു. എന്നാലും കുറച്ചേ മേടിച്ചിട്ടുള്ളൂ. 1-ാം തീയതി അല്ലേ നാളെ. അപ്പോൾ ചേട്ടായിക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചേക്കുന്നതാണ് കേട്ടോ. എന്നോട് ചോദിച്ചു എന്നേലും വേണോടി നിനക്കെന്നേ. പിന്നെ ബഡ്സ് മേടിച്ചു. എനിക്ക് ഈ അലർജി ഉള്ളതുകൊണ്ട് ഞാൻ ഈ ചെവി കിള്ളും. ചേട്ടായിക്ക് ചെവി കിള്ളാനൊന്നും പറ്റത്തില്ല, ചെവിക്ക് വേദന കാരണം. അപ്പം ബഡ്സും മേടിച്ചു തന്നു കിട്ടു. ഞാൻ ജോണിൻ്റെ അടുത്തുകൊണ്ട് നമ്മുടെ ഫോണൊന്ന് ഇതാക്കി ശരിയായി, ഇത് ഓണാകുന്നില്ലായിരുന്നു. അപ്പോൾ ഫോൺ ശരിയാക്കി ഓണാക്കി തന്നിട്ടുണ്ട്. ഇനി എത്ര നേരത്തേരാന്ന് അറിയത്തില്ല. ഭയങ്കര കാറ്റായിരുന്നേ, ഭയങ്കര കാറ്റും അതുപോലെ പൊള്ളുന്ന വെയിലും. എനിക്ക് കൈ ഇപ്പം നീർന്ന്, കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നു. ചുണ്ടും നീർന്നു, ഇവിടെ കൈയും നീർന്നു. ഞാൻ പിന്നെ ചുണ്ടഴിച്ചിട്ട് ലിബാമൊക്കെ വീണ്ടും പോയി തേച്ചതാണ്. ഭയങ്കരമായിട്ട് നീർന്ന്. ഇച്ചിരി ഏറെ നേരം ഇല്ലായിരുന്നു. അല്ല ഇത്രയും ഇതുണ്ടെന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ജാക്കറ്റ് ഇട്ടുകൊണ്ട് പോയാലും മതിയായിരുന്നു, അല്ല ഇത് ക്രീം തേച്ചാലും മതിയായിരുന്നു. അത്ര ഓർത്തില്ല. അപ്പം വഴിയൊക്കെ എനിക്ക് ചേച്ചി പറഞ്ഞു തന്നു. പാടൊന്നുമില്ല കേട്ടോ, നമ്മുടെ അടുത്തൊരു സ്ഥലം തന്നെയാണ്. ഞാൻ പിന്നെ സ്ഥലമൊന്നും പറയുന്നില്ല. അപ്പം എന്നോട് ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്നാന്നറിയോ, മോനെ നീ നല്ല മോനെ എന്നല്ല കേട്ടോ, കൂടുതലും കുഞ്ഞെ നീ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ അതുകൊണ്ട് ദൈവം ഒരുപാട് ഉയർച്ചയിലെത്തിക്കും. എന്നും പ്രാർത്ഥനയിൽ എൻ്റെ മക്കളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം നിന്റെ കുടുംബത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കുടുംബത്തെ മൊത്തം അടച്ചാണ്, അല്ലാണ്ട് ഒരാളെ അങ്ങോട്ട് മാറ്റി ഒന്നുമില്ല. ഓരോ സമയത്ത് ഓരോ തെറ്റും ഇതൊക്കെ പറ്റും, സഹജമാണ് ജീവിതത്തിൽ. ഓരോ ഫാൾട്ടും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ
അതിൽ നിന്നെല്ലാം ഒരു ഇതായി നല്ല ഇതാകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു, മോനെ ഇപ്പം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ തട്ടും അല്ലെ കാല് തട്ടും. അപ്പോൾ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും, കുറച്ച് സമയത്തിനൊരു ഭയങ്കര വേദനയായിരിക്കും. അപ്പം നമ്മൾ തൂത്തൊക്കെ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു കൂടിപ്പോയ 2-3 ദിവസം കഴിയുമ്പോൾ ആ വേദന അങ്ങ് മാറും അല്ലേ. എന്നാൽ ആ സമയത്ത് നമ്മൾ അങ്ങനെ കടന്നു പോയപ്പോൾ നമ്മൾ തട്ടിയത് ലേശം മുറിഞ്ഞു, അത്യാവശ്യം സ്റ്റിച്ചുണ്ട്. മുറിഞ്ഞെങ്കിൽ അത് എത്ര ദിവസം, കുറച്ച് ദിവസങ്ങൾ പിടിക്കും അല്ലേ മാറാനായിട്ട് എന്ന് പറഞ്ഞത് കണക്ക് നമുക്ക് ചില സമയങ്ങളിൽ ദൈവം ഓരോ പരീക്ഷണങ്ങളിലൂടെ വേദനകളായിട്ട് നമ്മുടെ മനസ്സിൽ പറ്റും. മനസ്സിലെ വേദന മാഞ്ഞു പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നീ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. മറവി എന്നുള്ളൊരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് മറന്നു എൻ്റെ മനസ്സിനേറ്റേക്കുന്ന വിഷമമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവമേ, ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, നീ മാതാവിനെ വിളിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നിൻ്റെ ഏതാണോ വിശ്വാസം അതിനോട് നീ പ്രാർത്ഥിക്കണം. എൻ്റെ മനസ്സിലേറ്റേക്കുന്ന മുറിവെല്ലാം ഒന്ന് മായ്ച്ചു തരണേ. എൻ്റെ മനസ്സിലോട്ട് അങ്ങനത്തെ ആ ഓർമ്മകളൊന്നും വരണ്ട. നമ്മളെ ആരെങ്കിലും വിഷമിപ്പിച്ച് അവരുടെ കാര്യങ്ങളൊന്നും ഓർമ്മയിലോട്ട് വരണ്ട. അതുപോലെ തന്നെ നമുക്ക് വേദനയാണെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ വേദനയൊക്കെ ഒന്ന് മറന്നു പോകണേ. അല്ലാണ്ട് മറ്റുള്ളവരെ ആരെയും നമ്മൾ ഒന്നും ചെയ്യണ്ട, എല്ലാവർക്കും നന്മ വരുത്തണേന്ന് മാത്രം പ്രാർത്ഥിക്കുക. നീ തിരിവ് കത്തിക്കുകയും മാതാവിൻ്റെ കാര്യം പറയുകയും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമുണ്ട് കുഞ്ഞെ നിന്നോട്, ഭയങ്കരമായിട്ട്. അത് ഞങ്ങളുടെ പള്ളിയിൽ പോകുന്നതുകൊണ്ടോ തിരികെ എത്തിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല, ഒരു വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് മാതിരിയായിരുന്നു ഇതവിടെ ചെയ്തിട്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ അമ്മൂൻ്റെയും കിങ്ങിണിയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. കിങ്ങിണി മോള് നല്ലൊരു കുഞ്ഞായി മാറും. അവൾ നല്ല ഇരുചുഴിയല്ലേ, അവൾക്ക് ഇരുന്ന് വാഴുമെന്ന് പറഞ്ഞാൽ അവളിലൂടെ ആ കുടുംബം നന്നായിട്ട് അറിയപ്പെടും. ആ വെല്ലുമയും വെല്ലുപ്പിനും ഒക്കെ ആയുസ്സും ആരോഗ്യത്തോടെ അവളുടെ ഉയർച്ച കാണാനായിട്ട് ജീവനോടെ ഇരിക്കണേന്ന് പ്രാർത്ഥിക്കും ഞാൻ എല്ലാ ദിവസവും. സുധാമേനെയും അച്ഛനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവരുടെയും കാര്യം ഓരോരുത്തരും. പിന്നെ അമ്മയുടെ കാര്യം പറഞ്ഞു. മോനെ, ഈ 8 മക്കളെയൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ ഒരു അമ്മ സഹിക്കുന്ന ത്യാഗം എന്നാണെന്നറിയാമോ. അതുകൊണ്ട് ഇപ്പം നിലവിൽ അമ്മയല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ അടുത്ത് പോകണം. നിനക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം. അതിനോളം വലുതൊന്നും ഒരു ഇതും ഇല്ല. അതൊക്കെയാണ് പുണ്യപ്രവൃത്തി. പിന്നെ നമ്മളെല്ലാവരും പറയും മോളെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ. പക്ഷെ സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ഈ ഭൂമി തന്നെ അതിൻ്റെ ശിക്ഷയെ നമുക്ക് ദൈവം അനുഭവിച്ചിട്ടേ നമ്മുടെ മരണം കവർന്നെടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഉള്ള കാലം നല്ലപോലെ എല്ലാവരോടും സ്നേഹത്തോടെയും ഐക്യത്തോടെയും ഒക്കെ മുമ്പോട്ടേക്ക് പോകണം. നിൻ്റെ കൂടപ്പുറപ്പുകളുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുട്ടമ്മോൻ എന്നാ വരാഞ്ഞത് കിങ്ങിണിമോളുടെ പിറന്നാളിന്? പിന്നെ ഉഷേച്ചിനെ ചോദിച്ചു കേട്ടോ. ഉഷേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, തമ്പുരുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കിങ്ങിണിമോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മോനില്ലേ, ആ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞേന്ന്. അന്നേരം ഞാൻ പറഞ്ഞു അത് നമ്മുടെ കല്യാണിക്കുട്ടി ആര്യക്കുട്ടൻ്റെ അല്ലേ ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരെക്കുറിച്ചും പറഞ്ഞു, ചോദിച്ചു. പിന്നെ അമ്മേനെ സഹായിക്കാനായിട്ട് അവിടെ ഒരു ചേച്ചിക്കുട്ടിയുണ്ടേ. ചേച്ചി നല്ല ഇടപെടലും കാര്യമൊക്കെ. ഞാൻ ആവുന്ന ഫുഡ് കഴിക്കാതെ പോരാനായിട്ട് നോക്കിയേ, സമ്മതിച്ചില്ല. ഫുഡൊക്കെ വയറ് നിറച്ച് തന്ന് തൃപ്തിയാക്കി സന്തോഷമാക്കി എല്ലാം ഇട്ട് കേട്ടോ. ഒരു സത്യം പറഞ്ഞാൽ തന്നെ താമസിക്കാനുള്ള ഒരു ധൈര്യമേ, അത്രയും വലിയൊരു വീടിനകത്തേ തന്നെ കിടക്കുന്ന കാര്യം താന്തരം പറഞ്ഞു. മോനെ, ഒറ്റപ്പെടലിൻ്റെ ഒരിത് നമുക്ക് മനസ്സിൽ വിഷമം തോന്നും. പക്ഷേ നമുക്ക് ഒരു കാരണവശാലും മക്കളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം മക്കൾ അവരുടേതായ ഒരു ജീവിതം അവർക്ക് വേണ്ടേ. അവരുടെ മക്കളെ നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് പഠിപ്പിക്കണമെന്ന് നല്ല ഇത് കാണത്തില്ലേ. അപ്പോൾ അതിനൊന്നും നമ്മൾ തടസ്സമാകാൻ നിൽക്കരുത്. എന്നെ അവർ 2-3 പ്രാവശ്യം കൊണ്ടുപോയിട്ട് ഞാൻ അവിടുന്ന് പിന്നെ വേളം വെച്ച് ഇവിടെ വന്നെങ്കിൽ എനിക്ക് സമാധാനമുള്ളൂ. പിന്നെ എനിക്ക് ദൈവം സഹായിച്ച അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴും അങ്ങ് നടക്കും. പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം ആ അമ്മയുടെ അടുത്ത് പോയി ഒന്ന് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മണിയമ്മയുടെ അടുത്ത് ഉപ്പാറമ്മയുടെ അടുത്ത് തിരിച്ചു വരുമ്പോൾ ഒന്ന് കയറണമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അന്നേരത്തിന് ചേട്ടായി എന്നെ വിളിച്ചേ, ചേട്ടി ഇവിടെ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ സാധനം വന്ന് ചോദിച്ചപ്പം ബീഫ് പോർക്ക് അങ്ങനെ എന്നാടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തിന് പിന്നെ ഇനി 2 ഞാൻ കയറിയിട്ട് വരുമ്പോഴത്തേന് സമയം പോവും, എന്നാൽ വന്നേക്കാന്ന് ഓർത്തുകൊണ്ട് ഞാൻ പോകുന്നു. ഞാൻ ഇവിടുന്ന് 11:30 ആയപ്പോൾ പോയതാണ്. ഇപ്പം സമയം 4:30 ആകാൻ പോകുന്നു. അപ്പം അത്രയും സമയം എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 1/4 മണിക്കൂർ വെച്ച് യാത്രയുണ്ട്.
എന്നാണേലും ഒത്തിരി ഒത്തിരി സന്തോഷവും ഒത്തിരി മനസ്സിനൊരു സമാധാനവും ശാന്തിയൊക്കെ കിട്ടി ആ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റുന്നതുകൊണ്ട് ഇനി ഞാൻ കൂടെ കൂടെ ഇടയ്ക്കൊക്കെ പോകുന്നതായിരിക്കും സമയം കിട്ടുന്നതനുസരിച്ച്. പിന്നെ ഈ 2024 കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി 2025 വരുവാണ്. എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് 2025 തന്നെ നല്ല നല്ല 2-3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ബാംഗ്ലൂരുള്ള ജെസ്സിയുടെ ആങ്ങളുടെ പെരവാസ്തോലി വിളിച്ചിട്ടുണ്ട്. ഹൗസ് വാമിങ് കട്ടപ്പനയാണ് കേട്ടോ. കട്ടപ്പന വെള്ളയാംകുടി കഴിഞ്ഞ് പോകണം. അപ്പോൾ അതിന് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ആദ്യത്തെ ആഴ്ചകളിലാണ്. അപ്പോൾ അതിന് പോകണം. അത് കഴിയുമ്പം ഭയങ്കര ഒരു സർപ്രൈസ് വരുന്നുണ്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി കൊതിച്ച ഒരു കാര്യം നടക്കാൻ പോവാണ്. അതും കുറേ ദൂരെയാണ്. എന്തായാലും ഞാനൊരു 5ലും 6ലും ഒക്കെ പഠിച്ചപ്പം തുടങ്ങി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതും ഈ ജനുവരി മാസം തന്നെ നടക്കും എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. അതൊക്കെ എന്നാണെന്ന് ഞാൻ നടന്നു കഴിഞ്ഞിട്ട് പറയാവേ. അതല്ലേ നല്ലത്, അങ്ങനെ പറയാം. അപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം ഒരാവത്തടത്തും വരുത്താതെ കാത്തു പരിപാലിച്ചു തമ്പുരാൻ. എപ്പോഴും നമുക്ക് നന്മകളും സന്തോഷങ്ങളും മാത്രം കിട്ടുന്നിരിക്കുകയല്ല, സങ്കടങ്ങളും അസുഖങ്ങളും വേദനകളും ഒക്കെ ഇടകലർന്നതാണ് ജീവിതം. അപ്പോൾ കഴിഞ്ഞൊരു വർഷം അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വലിയ ഇതൊന്നും ഇല്ലാണ്ട് സമാധാനപൂർണ്ണമായിട്ട് അങ്ങ് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പോർക്കാട്ടെ ഏതായാലും ഭാഗ്യത്തിന് ഞുറുക്കിയതാണ്, കുറച്ചേ ഉള്ളൂ. അതിന് 1 കിലോയോളം തോന്നുന്നു. കുഞ്ഞി ചട്ടിക്കകത്ത് വെക്കാനുള്ളതുകൊണ്ട് അതിൽ നന്നായി. പിന്നെ കപ്പയും, അപ്പോൾ കപ്പയും പോർക്കും ഒക്കെ റെഡിയാക്കി വെക്കാൻ വലിയ ആഗ്രഹിച്ച് മേടിച്ച് തന്നിട്ടല്ലേ. എന്നോട് ആവുന്ന ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വേണോ, നിനക്ക് എന്തെങ്കിലും വേണോ, 1-ാം തീയതി അല്ലേ നാളെ, നിനക്ക് എന്നാ വേണ്ടേ? ഞാൻ പറയും എനിക്കൊന്നും വേണ്ട, എൻ്റെ പൊന്ന് ദൈവമേ എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതിയെന്ന്. ഓക്കെ, വെയിലൊക്കെ ഒന്ന് മങ്ങി, സമയം 5 മണി ആറായി കേട്ടോ. ഇനിയിപ്പം ഞാൻ സമയം കളയാനായിട്ടില്ല. അപ്പോൾ ഇവരെ രണ്ടിനെയും ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കട്ടെ കേട്ടോ ചേട്ടായി വരുമ്പോഴത്തേനും. നല്ല ചൂട് കപ്പയും കപ്പ വേവിച്ചതും നല്ല ഉണക്കക്കപ്പ മാതിരി ഇരിക്കുന്നു, നല്ല ഒട്ടുമാതിരി പൊടിഞ്ഞു വന്നേ വെന്തിട്ടെ. നല്ല കപ്പ കേട്ടോ. പിന്നെ നല്ല പോർക്ക് കറി വേണ്ടവർ ഇങ്ങോട്ടേക്ക് പോരെ. ചേട്ടായിക്ക് ഇതൊന്നും സന്തോഷമാകും കേട്ടോ. പോർക്ക് കറി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമാകും. കപ്പയെ ഇഷ്ടമാണ്. ഇന്നപ്പം എന്നാ പറയുന്നത്, വർഷാവസാനത്തെ ദിവസമായതുകൊണ്ട് ചേട്ടന് ഇഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതൊക്കെയല്ലേ ചെയ്യണ്ടേ, അതാണ് യഥാർത്ഥ ഒരു ഭാര്യമാരല്ലേ. നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് മനസ്സമാധാനം കൊടുക്കുക, അതൊക്കെയല്ലേ. അപ്പോൾ ഈ കപ്പ ഊറ്റിയ വെള്ളത്തിൻ്റെ പുറത്ത് വെക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ചേട്ടായി വരുവോളും, ചൂടായിട്ടിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനോട് ഒരു വർഷക്കാലം കാത്തു പരിപാലിച്ചതിന് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇനി വരും വർഷങ്ങളിലും കാത്തു പരിപാലിക്കണേ. ഈ വരുന്ന വർഷം നമുക്ക് സമാധാനവും ശാന്തിയായിരിക്കണേ തരുന്നത് ഭഗവാനെ. എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും, അല്ലാതെ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒന്നും മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും സമാധാനവും ശാന്തിയും കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. സന്ധ്യ മയങ്ങി കേട്ടോ. ഇന്ന് ഇച്ചിരി ഏറെ സമയം പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഇച്ചിരി ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ആകാശമൊക്കെ കാണാനായിട്ട് കേട്ടോ. അനീഷ് കടയിലെങ്ങാണ്ട് പോകാൻ വന്നേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ കിടന്ന് കാണുന്ന കണ്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിരുന്നല്ലേ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട്. നമ്മൾ എന്നാ പറയുന്നത്, കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക അതല്ലേ. ഇപ്പോൾ നല്ല രസമില്ല കാണാനായിട്ട് ആകാശം. ഞാൻ പറഞ്ഞില്ലേ അനീഷ് എവിടെ കണ്ട് പോകാൻ തുടങ്ങിയതിന് കാറിയതവൻ സന്ധ്യയിൽ പോയി കയറി പോവും. അവരെവിടെ കണ്ട് സാധനം മേടിക്കാനൊക്കെ പോവായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ നല്ല സമാധാനപൂർണ്ണമായിട്ട് കഴിഞ്ഞുകൂടി. നല്ലൊരു അമ്മേനെ പരിചയപ്പെടാൻ പറ്റി, വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൊടുത്തില്ലോ അവലോടൊന്നും ഒന്ന് ഇടിച്ചു കൊടുത്തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.